അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നാളെ ദൈവം എന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, നീ ഒരു കാര്യം ചെയ്തു, നിന്റെ മോനെ കൊണ്ടുവന്ന് എനിക്ക് ബലിയർപ്പിക്കാൻ അർപ്പിക്കില്ല. ദൈവത്തോട് പോയി പണി നോക്കാൻ പറയും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ദൈവം പറയുന്നത് നമ്മൾ കേൾക്കില്ല. അപ്പൊ അബ്രഹാം എന്ന് പറയുന്നത് ഒരു നല്ല പിതാവാണോ? അല്ല. ഇനി ഈ കാലഘട്ടത്തിലാണ് അബ്രഹാം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അബ്രഹാം ഒന്നല്ലെങ്കിൽ ജയിലിൽ പോയി കിടന്നിട്ടുണ്ടോ, ഉണ്ടെന്ന് കിടന്നിട്ടുണ്ടോ? അപ്പൊ ഇത് രണ്ടും ചോദിച്ചപ്പോ പാസ്റ്റർ എന്ത് പറഞ്ഞു? അവർക്ക് അത് അന്നത്തെ കാലഘട്ടത്തെയാണ്, ഇപ്പോഴങ്ങനെയല്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഉരുളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ ചെയ്ത മാടി ഉള്ള പണി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചെയ്തൊരു പണി എന്താന്ന് വെച്ചാൽ, ദൈവം പറഞ്ഞു മുൾപടർപ്പില് കൊമ്പൊടിച്ച് ഉടഞ്ഞു കിടക്കുന്ന ഒരു മുട്ടനാടുണ്ട്, അതിനെ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ. ഈ മൃഗത്തിന്റെ രക്തം ദൈവത്തിന് കിട്ടിയിട്ടുണ്ട്, ഒരാവശ്യമില്ല. അപ്പൊ ഒരു ഗോത്ര സംസ്കാരത്തിന്റെ ഒരു ഇരുണ്ട ദൈവം അത്രേ ഉള്ളൂ. അതുപോലെ മോളക്ക് എന്ന് പറഞ്ഞൊരു രൂപമുണ്ട്, അതായത് മനുഷ്യന്റെ ഉടലും കാളയുടെ തലയായിട്ടുള്ള ഒരു രൂപം. മനുഷ്യന്റെ ഉടലും കാളയുടെ തലയും. മോളക്ക് മോളക്കിന് ബലിയർപ്പിക്കരുത് എവിടെ പല സ്ഥലത്ത് പറയും. മോളക്കെന്നൊരു ജന്തു ഉണ്ടോ? അപ്പോ മോളക്ക് എന്ന് പറയുന്നത് ഗോത്ര സംസ്കാരത്തിൽ അന്ന് അവരൊരു ദൈവമായിട്ട് കണ്ടിരുന്ന ഒരു സംഭവം. എന്ത് കിട്ടിയാലും മോളക്കിന് കൊടുക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി പിറന്നാൽ ആദ്യത്തെ കുട്ടീനെ മോളക്കിന് ബലിയർപ്പിക്കും. അങ്ങനെ, അതായത് ഇപ്പൊ ആട് പ്രസവിച്ച ആട്, ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ അപ്പൊ ഐശ്വര്യം വന്നു ചേരുമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിയുമ്പോ ദൈവം എവിടെയും പറയണ്ട ഇത് തെറ്റാണെന്ന് പറയല്ല. നിങ്ങൾ ഇത് തെറ്റാണ്, നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും. ദൈവം പറയണത് മോളക്കിന് ബലിയർപ്പിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ എനിക്ക് ബലിയർപ്പിച്ചു, അപ്പൊ കുഴപ്പമില്ല. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ തെറ്റാണെന്ന് അറിയാം, എന്നിട്ടും അങ്ങനെ തന്നെ പറയണേ. ശരി, നിങ്ങളുടെ സുവിശേഷകന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുള്ള അനുഭവം കൂടി അതാണ്.